പണം കൊടുത്ത് വിജയിക്കാനാകില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന പാലക്കാടുകാർ തെളിയിച്ച ഒരു വിജയമായിരുന്നു ഈ വിജയം. ജനങ്ങൾ നമുക്ക് തരുന്നത് അധികാരമല്ല ഉത്തരവാദിത്വമാണെന്നുള്ള വലിയ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഞാൻ തന്നെ പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഒരു UDF-കാരൻ എന്നോട് നിങ്ങൾ എന്തിനാ എതിർ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചില്ല, തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോഴും എന്തിനാടാ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചു. പിന്നെ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രദേശം മുഴുവൻ. കഴിഞ്ഞ ദിവസം നമ്മൾ നിയമസഭയിൽ ഒരു വ്യത്യസ്തമായ ഒരു പ്രസംഗം കേൾക്കാനിടയായി. പാലക്കാട് MLA രമേഷ് പിഷാരടിയുടെ. അതായത് രമേഷ് പിഷാരടി പ്രസംഗിച്ചപ്പോൾ തുടങ്ങിയത് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട്. കാരണം ഈ ജയിച്ചതിന് അതൊരു വ്യക്തിപരമായ ഒരു അഭിപ്രായമായിട്ടല്ല പറയുന്നത്, ഞാൻ ജയിച്ചു എന്നുള്ള രീതിയിൽ പറയില്ല. പാലക്കാടുള്ള ജനങ്ങൾ എന്നെ ഇവിടെ എത്തിച്ചു, അതേപോലെ തന്നെ നിയമസഭയിലുള്ള മുതിർന്ന നേതാക്കളെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എൻ്റെ ഒരു ചെറുപ്പം ഫസ്റ്റ് കന്നി പ്രസംഗം, അതായത് നിയമസഭയിൽ ആദ്യമായിട്ട് എത്തുന്ന പിഷാരടിയുടെ കന്നി പ്രസംഗമാണ്. അത് തന്നെ കേരളത്തിലെ ജനങ്ങളെ എല്ലാം ആകർഷിച്ച ഒരു പ്രസംഗമായിരുന്നു. കുറച്ച് സമയം പ്രസംഗിച്ചുള്ളൂവെങ്കിലും അതിൽ വളരെ കൃത്യവുമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കുന്ന രീതിയിലായിരുന്നു. വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. ഇന്ന് തന്നെ ജനങ്ങൾക്ക് ഒരു നന്ദി പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് എതിരാളികൾക്ക് കൊടുക്കേണ്ടതിൻ്റെ മാക്സിമം ഒരു ട്രോളായിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പാലക്കാട് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രനെ പോലും അന്ന് ഇലക്ഷനിടയ്ക്ക് ഒരു വിവാദമായ സംഭവം ഉണ്ടായിരുന്നു, പണം വാരി എറിഞ്ഞത്. അതുൾപ്പെടെ എടുത്തിട്ടുണ്ട്. CPM-നാണെങ്കിലും BJP-നാണെങ്കിലും എല്ലാവരെയും ഒരു ട്രോളി കൊണ്ടുള്ള ഒരു സംസാരം വളരെ ആകർഷകമായ ഒരു പ്രസംഗമായിരുന്നു. പറഞ്ഞു വരുന്നത് ഇത് ഒരു മാറ്റമാണോ? സാധാരണ രാഷ്ട്രീയ പ്രാസംഗികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ പ്രസംഗിക്കുന്ന പോലെ ഉള്ള ഒരു പ്രസംഗമല്ല നമ്മൾ കണ്ടത്. ഈ മാറ്റം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രസംഗം കൂടിയായിരുന്നു അത്. ഇതിനെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? അല്ല, തീർച്ചയായും രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ വലിയ മാറ്റങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പണ്ടത്തെ കോൺഗ്രസിന്റെ വസ്ത്രധാരണ രീതിയിൽ നിന്ന്, കോൺഗ്രസ് നേതാക്കളുടെ വസ്ത്രധാരണ രീതിയിൽ നിന്ന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ശൈലികളിൽ നിന്നും, അതും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഒരു ചുമതലയും അല്ലെങ്കിൽ ഒരു DCC പ്രസിഡന്റ് പോലും ആയിട്ടില്ലാത്ത മുഖ്യമന്ത്രിയായ വ്യക്തി ഇതിനു മുൻപ് മന്ത്രി പോലും ആയിട്ടില്ല എന്നുള്ളതും കോൺഗ്രസിന്റെ ചരിത്ര സംഭവമാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കോൺഗ്രസ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. രമേഷ് പിഷാരടിയെ പോലെ ഒരാൾ പാലക്കാട് സ്ഥാനാർത്ഥിയെ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിഷാരടി എല്ലാവർക്കും അറിയാം, അദ്ദേഹം ജനകീയനായ ജനപ്രിയനായ ഒരു സിനിമാ താരമാണ്, അല്ലെങ്കിൽ കോമഡി ആർട്ടിസ്റ്റ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്, പലർക്ക് വേണ്ടിയും പല തെരഞ്ഞെടുപ്പുകളിലും പോയി സംസാരിക്കുന്നത്. പക്ഷെ അതൊക്കെ താൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ എത്രത്തോളം വിജയിക്കും എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഞാൻ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പാലക്കാട് രമേഷ് പിഷാരടി വരുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന കാര്യം എന്ന് പറയുന്നത്, ഷാഫി പറമ്പിൽ MLA ആയിരുന്ന, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിരുന്ന പാലക്കാട് നിന്നാണ് രമേഷ് പിഷാരടി മത്സരിക്കുന്നത്. നന്നായി സംസാരിക്കാൻ അറിയുന്നത്, രമേഷ് പിഷാരടിക്ക് സംസാരിക്കാൻ അറിയില്ലെന്നല്ല, രാഷ്ട്രീയം സംസാരിക്കുന്നത് എത്രത്തോളം വിജയിക്കും എന്ന ചോദ്യം ഉണ്ടായിരുന്നു. നന്നായി സംസാരിക്കാൻ അറിയാവുന്ന 2 MLA, കോൺഗ്രസിന്റെ 2 MLA-മാരെ കണ്ട പാലക്കാടിന് പിഷാരടി ഒരു ട്രോമയാകുമോ അല്ലെങ്കിൽ ഒരു ട്രാജഡി ആകുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് മറ്റൊരു പിഷാരടിയാണ്. നമ്മൾ സ്ക്രീനിൽ അതുവരെ കണ്ടിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ സിനിമകളിലോ കോമഡികളിലോ ഷോകളിലോ നമ്മൾ കണ്ട പിഷാരടി ആയിരുന്നില്ല രാഷ്ട്രീയക്കാരനായ പിഷാരടി. വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ, ശോഭാ സുരേന്ദ്രന്റെ വിഷയമൊക്കെ വരുമ്പോൾ പോലും വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ സംസാരിക്കുന്ന പിഷാരടിയെ നമ്മൾ കണ്ടു. പാലക്കാട് നിന്ന് ജയിച്ച് ഘട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകുമ്പോൾ രമേഷ് പിഷാരടി ജയിക്കുമോ എന്നുള്ള ഒരു സംശയം വരെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രനാണ് എതിരാളി, LDF-നും ഒരു നേതാവ്, അത് ജനകീയനായ നേതാവ്. അപ്പൊ ഇവരെയൊക്കെ എതിർത്തുകൊണ്ട് രമേഷ് പിഷാരടിക്ക് അവിടെ ജയിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയം പോലും ഉണ്ടായിരുന്നു. കാര്യം പാലക്കാട് എന്ന് പറയുന്നത് BJP-ക്ക് സ്വാധീനമുള്ള മണ്ഡലം കൂടിയായിരുന്നു. അപ്പൊ അത്തരം സംശയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് രമേഷ് പിഷാരടി വിജയിക്കുന്നത്. അദ്ദേഹത്തിന്റെ കന്നി പ്രസംഗമാണ് നിയമസഭയിൽ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അമ്പലപ്പറമ്പുകളിലും ഷോകളിലും ഒക്കെ പോയി സംസാരിച്ച് ഞാൻ പാലക്കാട് ജനങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് പോലും. പിന്നെ സാധാരണ എല്ലാവരും നന്ദി പറയാറുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് പാലക്കാടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നെൽകർഷകരുടെ പ്രശ്നം പോലും എടുത്തു പറഞ്ഞു. ചുരുങ്ങി ഒരു 5-6 മിനിറ്റ് പ്രസംഗിച്ചതിൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അധികം നീട്ടി പറയുന്നില്ല, അധികം കൂടുതൽ സമയം ആവശ്യപ്പെടുന്നില്ല, കുറഞ്ഞുള്ള സമയം തന്നെ കുറച്ച് ആണ് പറയുന്നത്.
അതിൽ നെൽകർഷകരുടെ പ്രശ്നം അത് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ വാഗ്ദാനം ചെയ്തിരുന്നു. അത് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അല്ല, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ കൂടുതൽ ഫോളോ അപ്പ് ചെയ്യണം. അതായത് കൂടുതൽ വ്യക്തമാണ്. വാഗ്ദാനങ്ങൾ അവർക്ക് ഒരു ആശ്വാസമാണ്. കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. വളരെ എന്താണ്, ഭരണപക്ഷത്തു കൂടിയാണ് അദ്ദേഹം ഉള്ളത്. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ രമേശ് പിഷാരടിയുടെ പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. കാര്യം നമ്മൾ ഇതുവരെ കണ്ട പിഷാരടി ആയിരുന്നില്ല അത്. കൗണ്ടറുകളിൽ പിഷാരടി പറഞ്ഞ് ജയിക്കാറുണ്ട്. പക്ഷേ സഭയിലും ജനങ്ങൾക്കിടയിലും കൗണ്ടറുകൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവിടെ രാഷ്ട്രീയം തന്നെ സംസാരിക്കണം. അത് സംസാരിക്കുന്ന ശൈലി സാധാരണ രാഷ്ട്രീയ നേതാക്കളുടെ ശൈലിയാകണമെന്നില്ല. പക്ഷേ സംസാരിക്കേണ്ടത് വ്യക്തമായ രാഷ്ട്രീയം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ആദ്യം ചേട്ടൻ പറഞ്ഞ പോലെ പണം ഒഴുക്കിയ കാര്യം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനം എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ എതിർ സ്ഥാനാർത്ഥി ഒരു ചടങ്ങിൽ വെച്ച് കെട്ടിപ്പിടിച്ചപ്പോൾ അല്ലെങ്കിൽ കൈ കൊടുത്തപ്പോൾ കോൺഗ്രസ്സുകാരും എന്നോട് ചോദിച്ചില്ല എന്തിന് സ്ഥാനാർത്ഥി പിടിച്ചു. പക്ഷെ ഒരു വിഭാഗം എന്റെ പോസ്റ്റുകൾക്കടിയിൽ പോലും വന്ന് ചോദിച്ചു, ഞങ്ങളെ സ്ഥാനാർത്ഥി എന്തിന് കെട്ടിപ്പിടിച്ചു. വർഗീയത, അല്ലെങ്കിൽ നമ്മൾ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ, വർഗീയതയെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ വർഗീയത എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ് ശരി, ഏതെങ്കിലും ഒരു പാർട്ടിയോ മുന്നണിയോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്ന് പറയുന്നതും വർഗീയതയാണെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കാത്ത ഒരു തലത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലേക്കാണ് രമേശ് പിഷാരടി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോയത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ എന്തുകൊണ്ട് കോൺഗ്രസിന്, അവിടെയും BJP കിട്ടൊരു കൊട്ടു കൊടുക്കാൻ, എന്തുകൊണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനായി. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യ എന്തായിരുന്നു, അവിടെ നിന്ന് കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 15 വർഷമായി മോദി സർക്കാർ കൊണ്ടുവന്ന്, മോദി സർക്കാരിന്റെ കയ്യിൽ കിട്ടുന്ന ഇന്ത്യ ഫോൺ കയ്യിൽ പിടിച്ചിരുന്ന ആളുകളുള്ള ഇന്ത്യ ആയിരുന്നു. പക്ഷേ 50 വർഷം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയാണ് ഇപ്പം 15 വർഷം മോദി സർക്കാരിന് കിട്ടുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം എടുത്തു. അപ്പൊ BJP കുത്തേണ്ടടുത്ത് കുത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത്, നല്ല ബജറ്റാണ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ, വളരെ ട്രോളിക്കൊണ്ട് പറയുന്നുണ്ട്, വേണമെങ്കിൽ ഒരു പാട്ടൊക്കെ നമുക്ക് ഈ ബജറ്റിന്, കാര്യം നമുക്കറിയാം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി പാട്ട് എഴുതിയത് കൊണ്ടും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വിവാദങ്ങളായിട്ടുണ്ട്. അവിടെയും കുത്തി പറയേണ്ടടുത്ത് കുത്തി പറഞ്ഞുകൊണ്ട് തന്നെയാണ് രമേശ് പിഷാരടി അവതരിപ്പിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, MLA എന്ന് പറയുന്നത് അവകാശമല്ല, നമ്മൾ ചെയ്യേണ്ട കടമയാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാൻ കഴിയണം. സലിംകുമാറിന്റെ വിഷയം വരുമ്പോൾ എനിക്ക് അതിനകത്ത് എടുത്തുകൊണ്ട ഒരു കാര്യം, പല സംശയങ്ങൾ നമുക്ക് പല വിഷയങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഈ സലിംകുമാറിന് ഒരു സ്മാരകം നിർമ്മിക്കുന്നു പറഞ്ഞപ്പോൾ ഒരു പല ട്രോളുകളും വന്നു, പല അഭിപ്രായങ്ങളും ചർച്ചകളൊക്കെ അത് സംബന്ധിച്ചുണ്ടായി. അതിലൊരു വ്യക്തമായ കാര്യങ്ങൾ സർക്കാർ വെളിപ്പെടുത്തണം എന്നുള്ള രീതിയിൽ പറയുന്നു. ഒരു സ്മാരകം എന്ന് പറയുമ്പോൾ ഒരു പ്രതിമയല്ല നിർമ്മിക്കാൻ പോകുന്നത്, അത് എന്താണ് സർക്കാരിന്റെ മനസ്സിലെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കണം. അങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവർ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ തിരുത്താൻ കഴിയൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സർക്കാർ ശ്രദ്ധിക്കാതെ പോയ, അല്ലെങ്കിൽ ഭരണപക്ഷം ശ്രദ്ധിക്കാതെ പോയ ചെറിയ കാര്യങ്ങൾ പോലും ചൂണ്ടിക്കാട്ടുമ്പോൾ മറുവശത്ത് ഞാൻ പാലക്കാടിന്റെ MLA ആണ്, പാലക്കാടുകാരുടെ MLA ആണെന്ന് പറഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യം അത് അതേപോലെ അവതരിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനകത്ത് പ്രത്യേക വരികൾ എടുത്തു പറയുന്നത്. അതുകൂടാതെ ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണ്. സലിംകുമാറിന് വേണ്ടിയുള്ള സ്മാരകത്തെ കൂടെ പറയുന്നവരും എല്ലാ മേഖലയും വ്യക്തമായിട്ട് എടുത്തു പറയാനുള്ളൊരു സമയം കൊണ്ട് വെറും 8 മിനിറ്റ് അനുവദിച്ചിട്ട് 6 മിനിറ്റ് കൊണ്ട് തീർക്കുകയും ചെയ്യുന്നു. ഞാൻ എന്താണ് ഒരുപാട് മുഷിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് മറ്റൊരാൾക്കാർ 2 മിനിറ്റ് നൽകാം എന്നൊക്കെ വളരെ, പക്ഷെ ഇതുവരെയും സഭയിൽ ഇതിനേക്കാൾ നന്നായി തമാശ പറയുന്ന, തമാശയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, MLA മാരൊക്കെ ഉണ്ട്. അത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ തമാശയ്ക്ക് അപ്പുറത്തേക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് പിഷാരടി. പിന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ കന്നി പ്രസംഗത്തിൽ അദ്ദേഹം സ്കോർ ചെയ്തു, അതിൽ രാഷ്ട്രീയമായി സ്കോർ ചെയ്തു, യാതൊരു സംശയമില്ല. MLA ആണ്, MLA ആയിട്ടേ ഉള്ളൂ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നന്നായി രമേശ് പിഷാരടി സംസാരിക്കുമെന്ന് നേരത്തെ തന്നെ അറിയാം. സംസാരം വോട്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, വിശ്വാസം പാലക്കാട് ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ പ്രവർത്തിക്കാൻ കൂടി കഴിയണം. നല്ലൊരു MLA ആയി പ്രവർത്തിക്കാൻ ഈ കന്നി പ്രസംഗം നന്നായതുകൊണ്ട് നന്നാകണമെന്നില്ല. അപ്പൊ അത്രയും നന്നായി പ്രവർത്തിക്കാൻ കഴിയണം. പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തൊക്കെ ആരോപണം വന്നാലും പാലക്കാട് ഒരു വിഭാഗത്തിന് ജനങ്ങൾക്ക് ഇന്നും രാഹുൽ മാങ്കൂട്ടം പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും ശേഷം വരുന്ന ആളാണ്. അപ്പൊ അതേ ലെവലിൽ അതേ ഗ്രാഫ് പിടിച്ചു പോയാൽ മാത്രമേ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം ഉണ്ടാകൂ. അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാലും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പാലക്കാട് നിന്ന് വിജയിക്കണമെങ്കിൽ അത്രത്തോളം പണി രമേശ് പിഷാരടി എടുത്തേ മതിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും രമേശ് പിഷാരടി ഈ പ്രസംഗത്തിലൂടെയും ജനങ്ങളുടെ കയ്യിലെടുക്കുന്ന കാര്യത്തിലും എല്ലാത്തിലും മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തനവും വളരെയേറെ നന്നായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം.